हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് ഡിസംബർ 6, 2025 ശനിയാഴ്ച. ഇന്ന് ഇന്ത്യയിൽ രാത്രി 10 മണിയാണ്. GMT അനുസരിച്ച് ഇപ്പോൾ 4:30 മണിയാണ്. പ്രേക്ഷകരെ, ഇത് പ്രോഗ്രാം രാഹുദയുടെ സമയമാണ്. പ്രേക്ഷകരെ, ഇന്ന് കാദിയാൻ ദർനാമിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമിൻ്റെ ഹുദായുടെ 4 എപ്പിസോഡടങ്ങിയ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ സമക്ഷം ഹാജരായിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് 3-ാമത്തെ എപ്പിസോഡാണ്. ഈ പരിപൂർണ സീരീസിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ സയ്യിദന ഹസ്രത്ത് മൂസാ ഗുലാം ഖാദിയാനി മഹദി മഹ്മൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥമായ ബറാന അഹമ്മദിയ 5-ാം വാള്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്നത് പോലെ പ്രോഗ്രാം രാഹുദ അത് ലൈവിനോടൊപ്പം തന്നെ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങൾ ചോദ്യങ്ങളിലൂടെ അവർക്ക് പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റുഡിയോ ഡിസ്കഷനോടുകൂടി നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ വെക്കുകയും നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ചോദ്യങ്ങൾ ഉത്തരം നൽകുന്നതുമാണ്. നമ്മളുമായി ബന്ധപ്പെടുന്നതിന് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിലുള്ള അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. ടെലിഫോൺ ലൈൻ മുഖേനയും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മുഖേനയും ഫാക്സ് മെസ്സേജ് മുഖേനയും ഇമെയിൽ മുഖേനയും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ സന്നിധരായിരിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ പരിചയപ്പെടുത്താം. മുഹത്തറം മൗലാന മുനീർ ഖാദിം സാഹിബ്, അതുപോലെ തന്നെ മുഹത്തറം മൗലാന കെ താരിഖ് അഹമ്മദ് സാഹിബ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഞാൻ അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു പരിപാടിയിലേക്ക്. പ്രേക്ഷകരെ, ബറാന അഹമ്മദിയ 5-ാം വാള്യം ദൈവിക വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും ഒരു അടങ്ങിയ ഗ്രന്ഥമാണ്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച ഇൽഹാമുകൾ അത് ഉൾക്കൊള്ളുന്നു. സാമ്യം തെളിയിക്കുകയുണ്ടായി. ഈ പ്രവചനങ്ങൾ അത് വെറും വാക്കുകളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ശക്തിൻ്റെ പ്രകടനമാണ്. ഓരോ പ്രവചനവും അത് ഈമാനെ ഊഷ്മമാക്കുകയും വിശ്വാസം ദൃഢീകരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ, ഈ എപ്പിസോഡിൽ നാം ഈ ദൈവിക വാഗ്ദാനങ്ങളെയും അതിൻ്റെ പൂർത്തീകരണത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോടാണ്. മൂസവിയ മസീഹും ഉമ്മത്തെ മുഹമ്മദിയുടെ മസീഹും ഇവരവരിൽ തമ്മിലുള്ള ആ സാദൃശ്യം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത് വിവരിച്ചിട്ടുണ്ട്. അത് മുഖേനയുള്ള മസീഹ് സ്വലാത്തു വസ്സലാം സത്യത എങ്ങനെയാണ് പ്രകടമാകുന്നത്, ഇതിനെക്കുറിച്ച് താങ്കൾ അല്പം വിശദീകരിച്ചാലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജസാക്കുമുല്ലാ. ഈ താങ്കൾ ഉന്നയിച്ച ചോദ്യം മൂസവി ശൃംഖലയും മുഹമ്മദി ശൃംഖലയും ഇത് രണ്ടിനിടയിലുള്ള സാദൃശ്യം ഉണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആന് മുമ്പുള്ള ബൈബിളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട്. പഴയ നിയമം തൗറാത്ത് അതിലെ ആവർത്തനത്തിൽ അതിലെ 18-ാം അധ്യായത്തിൽ 18-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഹസ്രത്ത് മൂസ അലൈഹി സ്വലാമിനെ
അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുകയുണ്ടായി, ഞാൻ അവർക്കായി അവരിൽ നിന്നുള്ള അവരുടെ സഹോദരന്മാരിൽ നിന്ന് അവരെ പോലുള്ള ഒരു നബിയെ ഞാൻ അയക്കുന്നതാണ്. ഇതിൽ സാദൃശ്യം പറഞ്ഞിരിക്കുന്നു, വരുന്ന നബി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ നിന്നുള്ള ബനി ഇസ്മായിലിൽ നിന്ന് വരുന്ന ആ നബി നിന്നെപ്പോലെയുള്ളവനായിരിക്കും. പിന്നെ ഇതും പറയുകയുണ്ടായി, ശരീഅത്ത് കൊണ്ടുവരുന്ന പ്രവാചകനായിരിക്കും. അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഒരു തിളങ്ങുന്ന ഗ്രന്ഥമുണ്ടായിരിക്കും, ശരീഅത്ത് ഉണ്ടായിരിക്കും. ഇതും പറയുകയുണ്ടായി, ഞാൻ അദ്ദേഹത്തിൻ്റെ വായിൽ എൻ്റെ വചനം വിടുന്നതായിരിക്കും. ഇതും പറയുകയുണ്ടായി, അദ്ദേഹം പറയുന്ന അത് എൻ്റെ പേരിലായിരിക്കും അദ്ദേഹം പറയുക. ബിസ്മില്ല ചൊല്ലിക്കൊണ്ടായിരിക്കും തൻ്റെ അധ്യായം ആരംഭിക്കുക. ഈ സാദൃശ്യം അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വഹി ഇറക്കിക്കൊണ്ട് സൂറ മുസമ്മിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിറഔന റസൂല. അതായത് നാം ഈ റസൂലിനെ നിങ്ങളിലേക്ക് അതുപോലെ അയച്ചിരിക്കുന്നു. അതായത് ഇത് ആ പ്രവാചകന് സാദൃശ്യമാണ്, അതായത് ഫിറഔനിലേക്ക് അയച്ച പ്രവാചകനെ പോലെ, അതായത് മൂസാ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനും നിന്നെപ്പോലെയുള്ള എന്നതിൻ്റെ പഴയ നിയമത്തിലുള്ള നിന്നെപ്പോലെ എന്ന് പറഞ്ഞത് അതിൻ്റെ കമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിഞ്ഞിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മൂസാ അലൈഹിസ്സലാമിൻ്റെ സദൃശനാണ്. ഈ സാദൃശ്യം തുടർന്നും ഉണ്ടാവുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു പരാമർശം കൂടി കാണാം, ഉമ്മത്തെ മുഹമ്മദിയ, അത് ഉമ്മത്തെ മൂസവിയക്ക് സാദൃശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറ ഫാത്തിഹയിൽ അല്ലാഹു പറയുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇവിടെ അൻഅംത അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളിലെ അമ്പിയാക്കളാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഇവിടെ അൻഅംത അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശ്യം യഹൂദികളിലെ അമ്പിയാക്കളാണ്. മഗ്സൂബ് അലൈഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളാണ്, യസീ നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ച യഹൂദികളാണ്. ഹദീസിൽ വന്നിരിക്കുന്നു, ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ അതിൽ കിതാബുൽ ഇഹ്തിസാം വ സുന്നത്തിൽ ഒരു ഹദീസുണ്ട്. അതിലെഴുതിയിരിക്കുന്നു, നിങ്ങൾ മുമ്പത്തെ ആളുകൾ കഴിഞ്ഞുപോയ മുൻ ഗ്രന്ഥങ്ങളെ അനുവർത്തിച്ച് നടക്കുക, അവരിലെ നിങ്ങൾ പിൻപറ്റുന്നവരും അവർക്ക് സദൃശ്യരായി തീരുന്നതായിരിക്കും മുൻ വേദങ്ങൾ പിൻപറ്റിയവരെ. പറയുകയുണ്ടായി, അവരിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല അവർ നിങ്ങൾ തമ്മിലല്ല. അതായത് ഒരു കൈ മറ്റൊരു കൈ തുല്യമായിരിക്കുന്നത് സാദൃശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ അവർക്ക് സദൃശ്യരായിരിക്കും. ഹദീസിൽ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നു, അവരും ഏതെങ്കിലും മാളത്തിൽ കൈയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുന്നത്, അവരെന്തെങ്കിലും ചീത്തക്കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെയുള്ള തെറ്റുകൾ ചെയ്തിരിക്കും. അപ്പോൾ സഹാബത്ത് റസൂലിനെ ചോദിച്ചു, അവരാരാണ്? ഹുസൂർ പറയുകയാണെങ്കിൽ യഹൂദികളും നസ്രാക്കളും. ഉമ്മത്തിന് മൂസാ നബിയുടെ ഉമ്മത്തിൻ്റെ സദൃശരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബീൻ്റെ സദൃശൻ ഉമ്മത്തിൻ്റെ സദൃശൻ. ഇവിടെ നബിയേക്ക് വരാൻ പോകുന്ന ഖലീഫന്മാരെയും പരസ്പരം സദൃശരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അവർക്ക് അള്ളാഹു അവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്കും ഖലീഫമാർ നിശ്ചയിക്കും, ഏതുപോലെ അവർക്ക് മുമ്പുള്ളവരിൽ ഖലീഫമാർ നിശ്ചയിച്ചു. അതായത് യഹൂദകളിലും മൂസാ നബിയുടെ ഉമ്മത്തിൽ. ഇവിടെ കമാ എന്ന പദം അത് ഇവിടെയുണ്ട്.
കമാ അർസൽന ഇലാ ഫിറഔന റസൂല. ഹദർ മൂസ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാദൃശ്യനായിരിക്കുന്നത് പോലെ ഇതുപോലെ ഖുലഫാക്കളുടെ സാദൃശ്യത്തെ സംബന്ധിച്ചും കമസ്തലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടുന്ന് തെളിയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വരുന്ന ഖലീഫമാർ അത് മൂസാ നബി അലൈഹി സ്വലാമിക്ക് ശേഷം വരുന്ന ഖലീഫമാർക്ക് സദൃശരാണ് എന്നാണ് ഒരു വലിയ വിശദീകരണമാണ്. അവസാനം അത് മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം ഒരു മസീഹ് വന്നിരുന്നല്ലോ. ഈ ഉമ്മത്തിലും ഒടുവിൽ ഒരു മസീഹ് വരേണ്ടതാണ്. എപ്പോഴാണ് വരേണ്ടത്? സാദൃശ്യം പൂർത്തിയാവുന്നത് അതിൻ്റെ കാലഘട്ടവും ഒന്നായി തീരുമ്പോഴാണ്. അത് മൂസാ അലൈഹി സ്വലാമിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഖലീഫ ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹം 14-ാം നൂറ്റാണ്ടിലെ തലക്കലാണ് വന്നത്. അത് മൂസാ നബിക്ക് ശേഷം 14 നൂറ്റാണ്ടിന് ശേഷം ആണ് 14 നൂറ്റാണ്ടിലാണ് അദ്ദേഹം വന്നത്. ഇതേപോലെ ഈ ഉമ്മത്തിലും വരേണ്ടിയിരുന്ന ഖലീഫ, അവസാനത്തെ ഖലീഫ, അത് അദ്ദേഹം 14-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശേഷം 14-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം വരേണ്ടിയിരുന്നത്. ഇത് അവർ രണ്ടും തമ്മിലുള്ള സാദൃശ്യമാണ്. പിന്നീട് അത് ഡോക്ടർ മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സാദൃശ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിശുദ്ധ ഖുർആൻ ഈ വിവരിച്ചിട്ടുള്ള സാദൃശ്യങ്ങൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൽ രഹസ്യമാണ്. അതിൽ തത്വരഹസ്യം എന്താണ്? ഇതിൻ്റെ തത്വരഹസ്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ യഹൂദികൾക്കും തെറ്റുപറ്റിയിരുന്നു. അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, രാജാക്കന്മാർ 2-ാം ഭാഗത്ത് ഏലിയ നബി അദ്ദേഹം ആകാശത്തേക്ക് പോയിരിക്കുന്നു എന്ന്. മലാക്കി നബിയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന അവസാന ദിനങ്ങളിൽ ഏലിയ പ്രവാചകൻ ആകാശത്ത് നിന്ന് വരുമെന്ന്. ഏതുപോലെ അത് ഈസാ നബി അലൈഹി സ്വലം വന്നപ്പോൾ അദ്ദേഹം ഞാൻ മസീഹാണെന്ന് വാദിച്ചപ്പോൾ യഹൂദികൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഏലിയ നബി വരേണ്ടതുണ്ടായിരുന്നു, അദ്ദേഹം വന്നിട്ടില്ല, പിന്നെ നിങ്ങളെങ്ങനെ മുമ്പേ വന്നു? അത് ഈസാ അലൈഹി സ്വലാം യേശു അവരോട് പറഞ്ഞു, ഈ യോഹന്ന പ്രവാചകൻ ഇദ്ദേഹമാണ് ഏലിയ. അപ്പോൾ ഈ യോഹന്ന വന്നിട്ടുണ്ടായിരുന്നു. യഹ്യ, വിശുദ്ധ ഖുർആനിൽ യഹ്യ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ അദ്ദേഹം തന്നെയാണ് ഏലിയ. വേണമെങ്കിൽ വിശ്വസിച്ചുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരുപാട് പറഞ്ഞു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹം ആകാശത്ത് നിന്ന് വരുമെന്നാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആകാശത്ത് നിന്നല്ലോ വന്നിടണം. അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ. ഇതേപോലെ ഈ അബദ്ധം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇക്കാലത്ത് സംഭവിച്ചിരിക്കുന്നത്. അവർ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാം ജഡിക ശരീരത്തിലൂടെ ആകാശത്തിരിക്കുന്നു, അദ്ദേഹം തന്നെ ആകാശത്തു നിന്ന് വരുന്നതാണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നതോ ഖലീഫന്മാർ സാദൃശ്യമുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാം തന്നെ ആകാശത്ത് വരുന്നെങ്കിൽ പിന്നെ എങ്ങനെ സാദൃശ്യമുണ്ടാവും? ഈസാ നബി തന്നെ ഇവിടെ അറബി ഗ്രാമറിൻ്റെ തത്വം അനുസരിച്ച് നിങ്ങൾ ലോകത്തെ ഏത് ഗ്രാമർ എടുത്താലും ആർക്കാണോ പരസ്പരം സാദൃശ്യപ്പെടുന്നത് അത് രണ്ടും പരസ്പരം വേറെ വേറെ ആയിരിക്കണം. അതിനാവാൻ പാടില്ല, അതന്നെ ആവാൻ പാടില്ല. ഈ ഒരു വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സദൃശ്യനായിരിക്കുമെന്ന് പറഞ്ഞു. അതായത് അതന്നെ ആയിരിക്കില്ല, സദൃശ്യനായിരിക്കുമെന്ന് പറഞ്ഞു. അത് ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹം തന്നെ വരുമെന്നല്ല, സദൃശ്യനായിരിക്കും. ഇതിനെ മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാര്യങ്ങളെ സാദൃശ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ 16 സാദൃശ്യങ്ങളെ തൻ്റെ ഗ്രന്ഥം തസ്കിറത്ത് ഷഹാദത്ത് എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടുന്ന് പറയുകയുണ്ടായി, അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ 1400 വർഷങ്ങൾക്ക് ശേഷം 14 നൂറ്റാണ്ട് തലക്കിൽ അത് ഈസാ നബി അലൈഹി സ്വലാം വന്നതുപോലെ ഈ കാലഘട്ടത്തിൽ മസീഹ് 14 നൂറ്റാണ്ട് തലക്കിലായിരിക്കും. അത് ഞാനാണ് എന്നത് മറ്റാരും തന്നെ ഈ കാലഘട്ടത്തിൽ ഇമാം മഹദിയാണെന്ന് വാദം ഉന്നയിച്ചിട്ടില്ല. പിന്നീട് പറയുകയുണ്ടായി മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് വന്നിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം വന്നത് ബനി ഇസ്രായേലിൻ്റെ ഭരണം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ബാഹ്യമായ ശക്തികൾ, മറ്റ് സമൂഹത്തിലെ രാജാക്കന്മാർ, അത് ബനി ഇസ്രായേലിൻ്റെ മേലെ അവരധികാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, മുസ്ലിങ്ങളുടെ ഭരണം തന്നെ ഞാൻ വരുന്നതിന് മുമ്പേ ഭരണം അവസാനിച്ചു. ഈ ക്രിസ്ത്യാനികളുടെ ഭരണകർത്താക്കളാണ് നമ്മുടെ മേലെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. ആദ്യം റോമക്കാരായിരുന്നു അവിടെ ബനി ഇസ്രായേലിലെ യഹൂദികളുടെ മേലെ ഭരണം സ്ഥാപിച്ചിരുന്നത്.
ഇപ്പോൾ മുസ്ലിങ്ങളോടും ഇവിടെ ഇതുപോലെ ബ്രിട്ടീഷുകാർ ഭരണം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരുപാട് സാദൃശ്യങ്ങൾ ഉസൂർ വിവരിച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. മറ്റൊരു കാര്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഏതുപോലെ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് നടത്തപ്പെടുകയും ഏതുപോലെ അദ്ദേഹത്തിന് കൊലപാതക കുറ്റം വരെ അദ്ദേഹത്തിന് മേലെ ചുമത്തുകയുണ്ടായി സർക്കാരിന് മുമ്പാകെ വെക്കുക. ഇതേപോലെ എന്നെ സംബന്ധിച്ചും ഒരുപാട് വധശിക്ഷയെ സംബന്ധിച്ചുള്ള കേസുകൾ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. ഏതുപോലെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈസാൻ അദ്ദേഹം കുരിശിൽ അദ്ദേഹത്തിന് മരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി കുരിശിൽ കയറ്റിയിട്ടാണ് തറച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിലെ ഉമ്മത്തിൽപ്പെട്ടവനല്ലായിരുന്നെങ്കിലും ഞാനും അതുപോലെ തന്നെ കുരിശിനോളമുള്ള ഒരു ആപത്ത് എനിക്കും സഹിക്കേണ്ടി വന്നേനെ. ഞാനും ഇതുപോലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചെന്നെ. ഞാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാമത്തോടു കൂടി ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ ഈ കുരിശിൻ്റെ ദ്രോഹം അനുഭവിച്ചെന്നെ. ഇതുപോലെ ഉമ്മത്തെ മൂസഫിയ, ഉമ്മത്തെ മുഹമ്മദിയയുടെ ഈ സാദൃശ്യം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഈ ഒരു സാദൃശ്യമനുസരിച്ച് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കുരിശ് വിശ്വാസത്തെ ഞാൻ തകർക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഭരണകൂടം ഇപ്പോൾ ഇല്ലാണ്ടായി. ഏത് കാലഘട്ടത്തിലാണ് മസീഹ് സ്വലാത്തു വസ്സലാം ആഗതനാകേണ്ട സമയം അതായിരുന്നു. അതിനെ സംബന്ധിച്ച് അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നൽകി യക്സുറു സരീബ എന്ന്. അവിടുന്ന് പിന്നീട് വന്നുകൊണ്ട് ആ ക്രിസ്ത്യൻ വിശ്വാസത്തെ ഖണ്ഡിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ അതിനെ തകർത്ത് കളയുകയുണ്ടായി. ആകയാൽ ഈ ഒരു സത്യം മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സത്യത്തിൻ്റെ അവിടുന്ന് വിവരിക്കുകയുണ്ടായി. ഞാൻ ഇപ്പോൾ വിനീതൻ ഇപ്പോൾ ആ 14 സാദൃശ്യങ്ങൾ അതെല്ലാം എനിക്ക് വിവരിക്കാൻ സാധിക്കില്ല. ചില ഏതാനും സാദൃശ്യങ്ങൾ മാത്രം ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഞാൻ മസീഹ് സ്വലാത്തു വസ്സലാം ഇത് വിശദീകരിച്ചതിന് ശേഷം ഹുസൂർ പറയുകയുണ്ടായി, ഈ എല്ലാ സാക്ഷ്യങ്ങൾക്കും ഈ മോചിസത്തുകൾക്കും അതുപോലെ തന്നെ അടയാളങ്ങൾക്കും ഉണ്ടായിട്ടും മൗലവിമാരെ എന്നെ നിഷേധിക്കുന്നു. അവരങ്ങനെ ചെയ്യേണ്ടതുമായിരുന്നു. കാരണം മഗ്‌രിബിൽ അലൈഹിം ഖൈറിൽ മൗസൂബ് അലൈഹിം എന്ന പ്രവചനം പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഓർമ്മിക്കുക, ഈ എതിർപ്പിൻ്റെ മെയിൻ വേരെന്ന് പറയുന്നത് അതൊരു വിഡ്ഢിത്തമാണ്. അതായത് മൗലവിമാർ ആഗ്രഹിക്കുന്നത് അവരുടെ കണ്ടിട്ടുള്ള എല്ലാ വ്യർത്ഥമായ കാര്യങ്ങളും ആ അടയാളങ്ങളൊക്കെ മസീഹ് സ്വലാത്തു വസ്സലാമിൽ മസീഹ് മൗദിൽ ബാഹ്യമായി പുലരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അവർ മസീഹിനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നതുമല്ല. അവരെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് ബാഹ്യമായ നിലയിൽ ഇങ്ങനെ വരണം അങ്ങനെ ഒരിക്കലും തന്നെ മുമ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏതൊരു നബിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു, നിന്നെ പോലെ ഒരു പ്രവാചകൻ അയക്കുന്നത്. ഇന്നും യഹൂദികൾ പറയുന്നു സഹോദരൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്, ഇസ്രായേലിൽ നല്ലല്ലോ വന്നതെന്നുള്ളത്. അപ്പോൾ പ്രവചനം എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ചില വശങ്ങളുണ്ടാകും. അതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് വഞ്ചനകളെ സംബന്ധിച്ചു അങ്ങനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ആ മാരിഫത്തിൽ വിശ്വസിക്കുകയും പ്രവചനങ്ങളുടെ ആ യഥാർത്ഥ വശങ്ങളെ അത് ഗ്രഹിക്കുകയും അത് അള്ളാഹുവിൽ നിന്ന് എങ്ങനെയാണ് അവതരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുകയും അതിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് മറിഞ്ഞിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുകയും അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെ വരുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അത് തഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി എന്ന് നോക്കുക. ഈ എല്ലാ സാദൃശ്യങ്ങളും എല്ലാം എനിക്കും മസീഹിനും അത് പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ താല്പര്യമുള്ളവർ ആ സാദൃശ്യങ്ങളൊക്കെ തന്നെ അത് തസ്കിറത്തുൽ ഷാത്തിൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്, അത് വായിക്കുക. അത് ബറാൻ അഹമ്മദിയ വാള്യം 5 ഇത് വിവരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ എല്ലാ സാദൃശ്യങ്ങളും. ഒരു ടെലിഫോൺ കോളർ ഉണ്ട്.
പ്രേക്ഷകരെ, ബംഗ്ലാദേശിൽ നിന്ന് ആരിഫ് സമാൻ സാഹിബ് അദ്ദേഹം ടെലിഫോണിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരിഫ് സമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അത് മസീഹ് സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥം ബറാന അഹമ്മദിയ വാള്യം 5 മസീഹ് സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഈ ഗ്രന്ഥത്തിൽ ഇസ്ലാമിനെ ഒരു പരിപൂർണ ശരീഅത്താണ് ഇസ്ലാം. ഇതിൻ്റെ തെളിവ് എന്താണ്? ജസാക്കുമുല്ലാ. മോഹത്തറം കെ താരിഖ് അഹമ്മദ് സാഹിബിനോട് അപേക്ഷിക്കുന്നു ഈ ചോദ്യത്തിന് മറുപടി പറയാൻ. ജസാക്കുമുല്ലാ. അസ്സലാം ജസാ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുകയുണ്ടായി, ഇസ്ലാം ഒരു പരിപൂർണ മതമാണ്. അക്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തീർത്തും സത്യമായിട്ടും പറയുകയുണ്ടായി. ഇതിൻ്റെ തെളിയിൽ എന്താണ് എന്നുള്ളത് ആരിഫ് സമാൻ്റെ ചോദ്യം ഇത് സംബന്ധിച്ചാണ്. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു അതിൽ പറയുന്നു, അൽയമ്മു അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കും ഇസ്ലാമ ദീന. അള്ളാഹു സ്വയം തന്നെ പറയുകയുണ്ടായി, ഇന്ന് നാം നിങ്ങൾക്കായി നിങ്ങളുടെ മതത്തെ, ഇസ്ലാം മതത്തെ നിങ്ങൾക്കായി പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്കായി ഇസ്ലാമിന് ഒരു ദീനായി മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹു എങ്ങനെയും പറയുകയാണ്, ഫിഹ കുത്തുബുൻ ഖയ്യിമ. വിശുദ്ധ ഖുർആനിൽ എല്ലാം നിലനിൽക്കുന്ന കൽപ്പനകളുണ്ട്. മനുഷ്യൻ്റെ വിവിധ ജീവിതത്തിൽ അതിൽ മനുഷ്യന് മാർഗദർശനം നൽകുന്ന എല്ലാ കൽപ്പനകളും അള്ളാഹു വിവരിച്ചു തന്നിരിക്കുന്നു. ഇതുമാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ്, ഇന്നാ നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിസൂൻ. ഇതിൽ നിലനിൽക്കുന്ന കൽപ്പനകൾ ഉള്ളതിനാൽ, വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് മാർഗദർശനം നൽകുന്ന അധ്യാപനമുള്ളതിനാൽ, അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കാര്യവും തന്നെ വിശുദ്ധ ഖുർആൻ വിട്ടുപോയ ഒരു കാര്യവുമില്ല. ധാർമ്മികതയെക്കുറിച്ചാണെങ്കിലും രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സാമൂഹ്യമായ നിയമങ്ങളാണെങ്കിലും അതുപോലെ കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ആത്മീയമായ നില നോക്കുകയാണെങ്കിലും അത് ഉയർത്തുന്നതിനുള്ള അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ അന്തർദേശീയ തലങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം അതിനെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ ജീവിതത്തെയും ടച്ച് ചെയ്യുന്ന അധ്യാപനങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. അത് ഇസ്ലാം സമ്പൂർണ്ണ മതമാണ് എന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തിരുമിയുടെ മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾ ഈ നബിയിൽ ഉത്തമ മാതൃകയുണ്ട്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഈ നബിയെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിങ്ങൾ പിൻപറ്റുക. ഈ നിർദ്ദേശങ്ങൾ അത് വിശുദ്ധ ഖുർആനിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഒരാളുടെ ജീവിതം നയിക്കുമ്പോൾ അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവൻ കരസ്ഥമാക്കുന്നു. അതുകൊണ്ടാണ് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഈ ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. അതിൻ്റെ അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ സ്ഥാപകനാണ്. ഇതനുസരിച്ച് ഒരാൾ തൻ്റെ ജീവിതം നയിക്കുമ്പോൾ അവൻ തൻ്റെ ജീവിത ലക്ഷ്യം കരസ്ഥമാക്കുന്നു. അതുകൊണ്ടാണ് മസീഹ് സ്വലാത്തു വസ്സലാം ഇസ്ലാമിനെ സമ്പൂർണ്ണ മതം എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസാക്കുമുല്ലാഹ് ഹസനുൽ ജസാ. മറ്റൊരു ടെലിഫോൺ കോളർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മുക്കറം ഖുറൈഷി അബ്ദുൽ ഹക്കീം സാഹിബ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറൈഷി അബ്ദുൽ ഹക്ക് സാഹിബ്. വലൈക്കും അസ്സലാം മുഹ്തറം. എൻ്റെ അപേക്ഷ ഇതാണ്, ബറാന അഹമ്മദിയ ചില ഇൽഹാമുകളുണ്ട് ബറാന അഹമ്മദിൽ. അള്ളാഹു മാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റബ. വിശുദ്ധ ഖുർആന്റെ ആയാത്ത് ബംഗബദറിന്റെ ബാനി ജമാഅത്ത് അഹമ്മദിയ കൽമി, അതുപോലെ ദജ്ജാലി ഫിത്നകളെ, ജംഗെ മുഖദ്ദസ്, ജംഗെ ബദർ സാനിയെ സംബന്ധി
എൻ്റെ ജസാക്കുമുല്ലാ ഹസൻ ജസാ മോഹത്തറം മുല്ലം ഖാദിം സാഹിബിനോട് ചോദ്യം ഖാദിം സാഹിബിനോട് അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് ഒരു പ്രവചനമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, മാ റമൈത ഇറമൈത വലാകിൻ അല്ലാഹു റമ. ഇതൊരു പ്രവചനമായിരുന്നു. ബദർ യുദ്ധത്തിൽ അത് സംബന്ധിച്ച ഒരു പ്രവചനമായിരുന്നു. ഈ കാലഘട്ടത്തിൽ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ, ഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ജംഗ മുഖദ്ദസ് എന്ന ഗ്രന്ഥം ഉണ്ടായി. ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു കാണിക്കേണ്ട ഇവയിലേക്ക് ഈ കാലഘട്ടത്തിൽ ഇവയെല്ലാം ജംഗെ ബദറിൻ്റെ ഒരു ബദർ യുദ്ധമായി നമുക്ക് പറയാൻ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം. ജസാക്കുമുല്ലാ. ഈ ഇൽഹാം മാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ എന്നുള്ളത്, ഇത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു ഇൽഹാം, വിശുദ്ധ ഖുർആൻ്റെ ഒരായത്താണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനും ഈ ആയത്ത് ഇൽഹാമായി അവതരിപ്പിക്കുകയുണ്ടായി. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിച്ചത്, അതായത് ബദർ യുദ്ധ സമയത്താണ് അത് അവതരിച്ചത്. അത് മുസ്ലിങ്ങൾ വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർക്ക് ശക്തിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർക്ക് മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിൽ പരാജയം സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എത്രമാത്രം ഒരു സഹായം ഉണ്ടായി എന്ന് വെച്ചാൽ, അത് ഒരു കാറ്റ് അടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കയ്യിൽ മണ്ണെടുത്തു. അത് ആ കാറ്റിനോടൊപ്പം തന്നെ ആ വിശ്വാസികളുടെ മുഖത്ത് എറിയുകയുണ്ടായി. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അറിയിച്ചു, താങ്കൾ എറിഞ്ഞ ആ മണ്ണുണ്ടല്ലോ, അത് താങ്കളല്ല എറിഞ്ഞത്, അത് വാസ്തവത്തിൽ നാമാണ്, അത് അള്ളാഹുവാണ് അത് എറിഞ്ഞത് എന്ന് ഖുർആനിൽ പറയുന്നത്. അതായത് അവരുടെ തിരുമേനിയുടെ ആ പ്രവൃത്തിയെ, അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയെ അവതരിപ്പിക്കാനുണ്ടായത്. ആയതിനാൽ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സദൃശനാണ്, മസീലാണ്. സൂറത്ത് ജുമായിൽ ആയത്ത് ഉണ്ട്, വആഖിരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. അതായത് അതിൻ്റെ ഒരു നിയോഗം അത് മറ്റുള്ളവരിലും മറ്റൊരു ജനങ്ങളിലും അവിടെയും അവലിൽ ചെയ്തതുപോലെ ആ സേവനങ്ങൾ അവിടെയും ചെയ്യുന്നതായിരിക്കും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗം വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗം തന്നെയാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, മുൻ മഹാത്മാക്കളും സുന്നികളായ മഹാത്മാക്കളും ഷിയാ മഹാത്മാക്കളും എഴുതിയിട്ടുണ്ട്. വരാൻ പോകുന്ന മഹദി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം പറയുന്നതായിരിക്കും, ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെങ്കിൽ എന്നെ കാണുക, എന്നെ നോക്കുക എന്നുള്ളതും, എന്നിൽ തിരുമേനിയുടെ ഉത്കൃഷ്ടതകളുടെ പ്രകാശം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്, ഈ എന്നിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന മുഅ്ജിസത്തുകൾ, കമാലാത്തുകൾ, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അത് വാസ്തവത്തിൽ എൻ്റെതല്ല, അതെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേനയാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമ്മത്തിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ, തിരുമേനിയിൽ വിശ്വസിക്കുന്നവനല്ലായിരുന്നുവെങ്കിൽ, എന്നിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഅ്ജിസത്തുകളും കമാലാത്തുകളും വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളുടെ ഈ മാതൃകളൊക്കെ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും തന്നെ സംഭവിക്കുമായിരുന്നില്ല. മാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ എന്ന ഇൽഹാം അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉണ്ടായിട്ടുണ്ട്. അത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിഷ്യത്വത്തിൽ, തിരുമേനിയുടെ സമ്പൂർണ്ണ അനുസരണത്തിലാണ് ഉണ്ടായത്. മലയാളം ഈ കാലഘട്ടത്തിൽ ഒരു മുഹയ്യിനെ അന്വേഷിക്കണം ഇന്നാരാണ്. ഒരാൾ പറയുകയുണ്ടായി, ഈ ശബ്ദം ആസാ റജുലും യുഹിബ്ബു റസൂലുള്ളാഹ്,
ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി. അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇതിൽ ഞാൻ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ഈ ഒരു സ്ഥാനം എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് അത് ആർക്കാണോ ഉണ്ടായത് അത് അള്ളാഹു എന്നെ ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനൊന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ആ വ്യക്തി നബി സല്ലല്ലാഹു തിരുമേനിയെ അത്യധികം സ്നേഹിക്കുന്ന ആളായിരിക്കും. അതിനാൽ ആ ഇൽഹാമുകൾ തന്നെ അള്ളാഹുവിൻ്റെ കുറുബ് കാണിക്കുന്ന ആ ഇൽഹാമുകൾ അൽ മസീഹ് സ്വലാത്തു വസ്സലാമിനും ലഭിക്കുകയുണ്ടായി. ഹദീസ് ഖുദ്സിലും വന്നിട്ടുണ്ട്, ഒരാൾ തൻ്റെ നവാഫലുകൾ മുഖേന അള്ളാഹുവിൻ്റെക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവൻ്റെ കാലായിത്തീരുന്നു, അവൻ്റെ കണ്ണായിത്തീരുന്നു, അവൻ്റെ നാവായിത്തീരുന്നു, അവൻ്റെ കാലായിത്തീരുന്നു, നടക്കുന്ന കാലായിത്തീരുന്നു എന്നൊക്കെ. അപ്പോൾ അത് പിന്നീട് പദവികൾ ക്രമേണ അത് ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിപൂർണ അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായി ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അങ്ങേയറ്റത്തിന് പാരമ്യതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വജൂദിൽ, അസ്തിത്വത്തിൽ അത് ചേരുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് വെളിപ്പെട്ട കാര്യങ്ങൾക്ക് അവിടുത്തെ മുഖേന വെളിപ്പെടുകയുണ്ടെങ്കിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കുകയുണ്ടായി. അബ്ദുല്ല ആദിമുമായിട്ടുള്ള ആ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുമേനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അത് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയുണ്ടായി. ഇതൊക്കെ എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്തയിൽ മുഴുകിയ വിലയം പ്രാപിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അവിടുന്ന് പറയുകയുണ്ടായി, ബദർ യുദ്ധത്തിൽ അതുപോലെ തന്നെ ഫുർഖാൻ, ആ സമയത്ത് മാറമൈത്ത എസറമൈത്ത വലാക്കനല്ലാഹ റമ എന്ന ഇൽഹാം അതുണ്ടല്ലോ, ആ ഫുർഖാൻ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് ഫുർഖാനുകൾ പ്രകടമായിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ പ്രകടമായിട്ടുണ്ട്. അതിനാൽ അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ നമ്മൾ നോക്കേണ്ടതാണ് എന്തൊക്കെ ആത്മീയമായ ഭണ്ഡാരങ്ങളാണ് അതിൽ മറിഞ്ഞെടുക്കുന്നത് നമ്മൾ നോക്കേണ്ടതാണ്. നമ്മുടെ വരും തലമുറകളും അത് നമ്മൾ വായിക്കുമ്പോൾ ഈ ഇൽഹാമാത്തുകൾ, അതിൻ്റെ പ്രകാശങ്ങൾ, അതിൻ്റെ വെളിച്ചങ്ങൾ നമുക്കത് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു തആല ഹസ്ന ജസാ. ഇനി അടുത്ത ചോദ്യം മൗലാന കെ താരിഖ് സാഹിബിനോടാണ്. വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങൾക്ക് ഉമ്മത്തെ മുഹമ്മദിയയുടെ ഉമ്മത്ത് നബിയെ കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞാലും. ജമാഅത്ത് അഹമ്മദിയുടെ സ്ഥാപകനായ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തി നബിയാണെന്നുള്ള ദാവ ചെയ്തിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ അനുസരണത്തിൽ, പരിപൂർണമായിട്ടുള്ള പിന്തുടർച്ചയിൽ, പരിപൂർണമായിട്ടുള്ള ദാസത്വത്തിൽ അതിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു എനിക്ക് ഈ പ്രവാചകത്വം നൽകിയിട്ടുള്ളത്. അഹമ്മദികൾ പറയുന്നു, നബി എന്ന് പറഞ്ഞാൽ ശരീഅത്തുമായിട്ടാണ് വരുന്നത്. ജമാഅത്ത് അഹമ്മദിയുടെ സ്ഥാപകൻ ഹദരത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ശരീഅത്ത് കൊണ്ടുവരുന്നവർ മാത്രമല്ല നബിമാർ, മറിച്ച് ആർക്കാണോ അള്ളാഹു അഭിമുഖം ചെയ്തുകൊണ്ട് ഇൽഹാമുകൾ നൽകുന്നത്, അവരോട് സംസാരിക്കുന്നത്, വഹിയും ഇൽഹാമും ഇറക്കുന്നത്, അദൃശ്യ കാര്യങ്ങൾ അധികമായിട്ട് ആരിലാണ് വെളിപ്പെടുത്തുന്നത്, അവരാണ് നബി. ഈ വിശദീകരണമാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ. പിന്നീട് മസീഹ് വസ്സലാം പറഞ്ഞു, അനഹമ്മദികൾ ഹദരത്ത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ആ ആകാശത്തു നിന്നുള്ള ഇറക്കത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ്. അദ്ദേഹമാണ് ഇമാം മെഹദി ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, നബി ശരീഅത്ത് കൊണ്ടുവന്ന വ്യക്തി ആണെങ്കിൽ മറ്റ് അനഹമ്മദികൾ പറയുന്നതനുസരിച്ചിട്ട് ഈസ അലൈഹി ഇസ്ലാമും അത് പൂർത്തീകരിക്കുന്നില്ല. കാരണം ഈസ അലൈഹി ഇസ്ലാം പുതിയൊരു ശരീഅത്തുമായിട്ടല്ല വന്നത്, അല്ലെങ്കിൽ നൗദുബില്ല ഖുർആന് മൻസൂഹാക്കിയിട്ടാണോ ആയിരിക്കുമോ ഈസാ നബി വരുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളിൽ ഏതെങ്കിലും മാറ്റം വരുത്തുമോ ഈസാ അലൈഹി ഇസ്ലാം? ഈ അനഹമ്മദികൾ പറയുന്നത് പോലെ
ശരീഅത്ത് കൊണ്ടുവരുന്ന മാത്രം നബി എന്ന് പറയുന്നത് അത് ശരിയല്ല. ഇത് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യമാണത്. അവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ തെറ്റാണ്. അത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വിശുദ്ധ ഖുർആന്റെ വിവിധ ആയത്തുകളിൽ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിയായിട്ടുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് അള്ളാഹു വഹിയും ഇൽഹാമും നൽകുന്നതായിരിക്കും, അള്ളാഹു അവരോട് സംസാരിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇതിനു വേണ്ടിയിട്ടാണ് സൂറത്ത് ഫാത്തിഹയിൽ ഈ ഉമ്മത്തുകൾക്ക്, സമുദായത്തിന് ഒരു ദുആ ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്, എഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. മസീഹ് ഇസ്ലാം പറയുന്നു, ഇവിടെ ഒരു പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല, ദുആ അല്ല, മറിച്ച് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ദുആ ഞങ്ങൾക്ക് അനുഗ്രഹീതരുടെ മാർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് അള്ളാഹു മുന്നിൽ കഴിഞ്ഞവർക്ക് തങ്ങളുടെ ഇൽഹാമും വഹിയും നൽകിയതുപോലെ ഞങ്ങളിലും അള്ളാഹുമായി സംസാരിക്കുന്ന വ്യക്തിയെ ഞങ്ങൾക്കും നൽകണമെന്നാണ്. ഈ ദുആയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മുസ്ലിമിന് നൽകേണ്ട നിർദ്ദേശം, ദിവസത്തിൽ നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അതിൽ കൃത്യനിഷ്ഠയോടുകൂടി സൂറത്തുൽ ഫാത്തിഹ ഓതണമെന്നുള്ള നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ ദുആയും ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചിലർ പറയുന്നു ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ള ദുആ അതിൻ്റെ അർത്ഥം ഞങ്ങളെ വിശ്വാസം ദൃഢീകരിക്കുക, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു തൃത്വം സൽക്കർമ്മം ചെയ്യുക എന്നാണ് അതിൻ്റെ ഉത്തരമെന്നാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, ഇതെല്ലാം തന്നെ ഒരു ആ പരിപൂർണ്ണ ദൈവിക ജ്ഞാനം ലഭിച്ച കിട്ടുമ്പോഴൊരു വ്യക്തിക്ക് ലഭിക്കുന്നു. അള്ളാഹുമായുള്ള പരിപൂർണമായിട്ടുള്ള ആ ഒരു വെളിപ്പെടൽ അത് വഹിയും ഇൽഹാമിനും അത് ആവശ്യമാണ്. ഒരു വിശ്വാസി അള്ളാഹുവിനെ എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അവൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു, അതിൽ ചിന്തിക്കുന്നു, അള്ളാഹുവിൻ്റെ ശക്തികളെക്കുറിച്ച് ചിന്തിക്കുന്നു, അള്ളാഹുവിൻ്റെ ഇൽഹാമുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ അവൻ അള്ളാഹുമായി അടുക്കുന്നു. ഈ ഒരു വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, അത് ഹക്കുൽ യക്കീനിലേക്ക് എത്തുന്നത് അള്ളാഹു വഹിയും ഇൽഹാമും മുഖേന സഹായിക്കുമ്പോഴാണ്. ആ വിശ്വാസിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസം ലഭിക്കുന്നു. അതായത് അള്ളാഹു അദൃശ്യ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ്. അള്ളാഹു ആലിമുൽ ഗൈബാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള മനുഷ്യന് ഒരു വിശ്വാസം ലഭ്യമാകുമ്പോൾ അത് വഹിയും ഇൽഹാമും മുഖേനയാണ് അവൻ അതിൽ ലഭിക്കുക. ഈ പരിപൂർണമായ ദൈവിക ജ്ഞാനത്തെ സംബന്ധിച്ച് മുസ്ലിം പറയുന്നു, അള്ളാഹുവിനുള്ള ഭയവും സ്നേഹവും മനുഷ്യന്റെ ഉള്ളിൽ സംജാതമാകുന്നു. മസീഹ് ഇസ്ലാം വളരെ നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഒരു മനുഷ്യൻ വനത്തിലാണെങ്കിൽ, അന്ധകാരമാണെങ്കിൽ, മുന്നിൽ ഒരു സിംഹമുണ്ടനെ കാണാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും പറയണം നിങ്ങളുടെ മുന്നിൽ ഒരു ആടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സിംഹത്തെക്കുറിച്ച് അതിന് പേടിയുണ്ടാവില്ല. കാരണം ആ സിംഹത്തെക്കുറിച്ച് ആൾക്കൊരു അറിവുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു കാട്ടിൽ ആ അന്ധകാരത്തിൽ ഒരു രത്നം ലഭിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ അതിനോടുള്ള സ്നേഹം ഉണ്ടാവില്ല. അപ്പോൾ ആ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ഭയം അല്ലെങ്കിൽ സ്നേഹം, അതാണ് യഥാർത്ഥ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ നൽകിയിട്ടുള്ള പഠിപ്പിച്ചുള്ള ദുആ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിൻ്റെ ആ സംസാരം അത് സമൂഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് സൂറത്തുൽ ഫാത്തിഹയുടെ ഈ ആയത്തിൽ ഇതിൽ കുറിച്ച് വീണ്ടും പറയുന്നു. അപ്പോൾ അതിൽ മനസ്സിലാകുന്നത് സൂറത്തുൽ നിസായിലെ ആയത്ത് നമ്പർ 70, ആ 70-ാമത്തെ ആയത്ത്, അതിന് മുമ്പുള്ള ആയത്ത് നാം നോക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു പറയുന്നു വല ഹദൈനാഹും സിറാത്ത മുസ്തഖീമ. അവിടെയും സിറാത്ത മുസ്തഖീമിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അള്ളാഹു പറയുന്നു വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീന വഹസുന ഉലൈക റഫീഖ. ആരാണ് അള്ളാഹുവിനെയും പരിപൂർണ്ണമായി അനുസരിക്കുന്നത്, ഈ റസൂൽ അതായത് ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിപൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്നത്, അവർക്ക് അള്ളാഹു വിവിധ സമ്മാനങ്ങൾ നൽകുന്നതാണ്. അത് നുബുവത്ത്, സിദ്ദീഖിയത്ത്, സ്വാലിഹിയത്ത്, അതുപോലെ തന്നെ ഷഹാദത്ത് എന്നുള്ള പദവികളാണ്. ജമാഅത്ത് അഹ്മദിയുടെ വിശദീകരണം എന്തെന്നാൽ ഇവിടെ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. മാ എന്നതിൻ്റെ അർത്ഥം മിൻ എന്നുള്ളതാണ്. അതായത് നബിയിൽ നിന്നുമായിരിക്കും, സിദ്ദീഖുമാരിൽ നിന്നുമായിരിക്കും, ശുഹദാക്കളിൽ നിന്നുമായിരിക്കും എന്നുള്ളതാണ്. അതായത് പരിപൂർണ്ണമായി അല്ലാഹു അനുഗ്രഹിക്കുന്നവർക്ക്. അനഹമ്മദികൾ പറയുന്നത് ഇത് മാ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ല, മറിച്ച് അവർ കൂടെയായിരിക്കും എന്നുള്ളതാണ്.
അവർ നബിമാരുടെ കൂടെ ആയിരിക്കും, സിദ്ദീഖുമാരുടെ കൂടെ ആയിരിക്കും, ശുഹദാക്കളുടെ സഹായമായിരിക്കും, സ്വാലിഹുകളുടെ കൂടെ ആയിരിക്കും. അവർ സ്വയം അവർക്ക് ആ ഒരു പദവി ലഭിക്കില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകൾ നാം പഠിക്കുകയാണെങ്കിൽ അള്ളാഹു ദുആ പഠിപ്പിക്കുന്നു, വതവഫന മഅൽ അബ്റാർ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരു നല്ല വ്യക്തി മരിക്കുമ്പോൾ നീ അവരോടൊപ്പം ഞങ്ങളെയും നീ മരിപ്പിക്കണം എന്നല്ലല്ലോ എൻ്റെ അർത്ഥം. അത് അങ്ങനെ ആകുമ്പോൾ ആ ഖുർആന്റെ ആ ദുആ ഒരു തമാശയായി തീരുന്നതാണ്. ഇവിടെ മാ എന്നുള്ളത് മിൻ എന്നുള്ള ബാനാണ്. അതായത് ഞങ്ങളും നന്മകളെ നല്ല മനുഷ്യരായി ഞങ്ങളെ മരിപ്പിക്കണം എന്നുള്ളതാണ്. അനഹമ്മദികളുടെ ഈ തഫ്സീർ മുഖേന അവരുടെ ദുർഭാഗ്യമെന്ന് പറയട്ടെ, അവർ ആഗ്രഹിക്കുന്നത് നുബുവത്ത് ഒരു സമുദായത്തിൽ ആർക്കും ലഭിക്കരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നുബുവത്ത് എന്നുള്ളത് ആ ഒരു ഉപഹാരം അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഈ നിസായിലെ 70-ാമത്തെ ഈ ആയത്തിലെ മറ്റ് ഉപഹാരങ്ങൾ സ്വാലിഹിയത്തും സിദ്ദീഖിയത്തും ഷഹാദത്തും അതിനെയും അവർക്ക് നിരാകരിക്കേണ്ടി വരുന്നു. അതായത് മുഹമ്മദീയ ഉമ്മത്തിൽ നൗദു ബില്ലാ അള്ളാഹു ഇത്ര ദൗർഭാഗ്യമുള്ളൊരു സമൂഹമാണോ? അവർക്ക് ആദിൽ നിന്നും ഒരു സ്വാലിഹും ഉണ്ടാവില്ല. അവരോട് പറയുന്നത് സാലിഹ്യങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക എന്ന്. അതുകൊണ്ട് വിശദീകരണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ നിന്നും അകന്നു നിന്നതായിത്തീരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ഉപഹാരങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ, ഈ സൂറത്തുൽ നിസായിലെ അനുഗ്രഹങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലും നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യുന്നു. അതിൽ നബി വരാൻ വേണ്ടി മറുഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ പരിപൂർണമായി അനുസരിക്കണം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി അനുസരിക്കണം എന്ന് പറയുന്നു. അതിനുള്ള ഉപഹാരം എന്താണ്? നിങ്ങൾ നബിയാവില്ല, പക്ഷെ നബീൻ്റെ ഒപ്പം നിങ്ങളെ ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് സാലിഹാൻ പറ്റില്ല, പക്ഷെ സാലിഹങ്ങളുടെ ഒപ്പം നിങ്ങൾ ഉൾപ്പെടുത്തും. അത് ശേഷമുള്ള ആയത്തിൽ അതിൻ്റെ അവസാന പറഞ്ഞ ഹസുന ഉലൈക റഫീഖ, അതിനെക്കുറിച്ച് അഹമ്മദിൽ പറയുന്നത് ഇവിടെ വഫാത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, റഫാഖത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുൻ അമ്പ്യാക്കളുമായിട്ടുള്ള സാമീപ്യമായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അന്തസ്സിന് വിരുദ്ധമല്ലേ ഇത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രതാപത്തിനെ കുറച്ച് കാട്ടുകയല്ലേ ചെയ്യുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അനുസരിക്കുന്ന അവർക്ക് മുൻ പ്രവാചകന്മാരുടെ സാമീപ്യം ലഭിക്കും. അതായത് നൂഹിനൊപ്പമായിരിക്കും, ഇബ്രാഹിം അലൈഹിസ്സലാമിനൊപ്പമായിരിക്കും, ഹദ്റത്ത് യഹിയാക്കൊപ്പമായിരിക്കും. ഇത് എങ്ങനെയാണ് ഇതൊരു തമാശ പോലെ ആയിത്തീരില്ലേ ഇത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായിട്ടുള്ള പ്രതാപവും ആ അന്തസ്സും അതിന് വിരുദ്ധമല്ലേ ഇത്? ഇതിനെ കൂടുതൽ വ്യക്തമാക്കി പറയുന്നതിന് ഒരു ഹദീസ് എനിക്കുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഹദീസിൽ വന്നിരിക്കുന്നു. ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രതാപത്തെക്കുറിച്ചും ആ പദവിയെക്കുറിച്ചുമെല്ലാം വിവരം നൽകുമ്പോൾ ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവെ എനിക്കും എന്നെയും ആ സമൂഹത്തിലെ ഒരു നബിയാക്കുക. അദ്ദേഹം പറയുന്നു, ആ ഉമ്മത്തിൽ ഈ നബി അവരിൽ നിന്നുള്ളതായിരിക്കും എന്ന് അള്ളാഹു പറയുന്നു. വളരെ വ്യക്തമായി അള്ളാഹു ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഈ ഹദീസിൽ ഖുദ്സിയാണ് അതിൽ പറയുന്നു. ഇതിനെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വ്യക്തിത്വം അത് പ്രവാചകന്മാരെ സൃഷ്ടിക്കുന്നതാണ്. ഒരു സമൂഹത്തിലൊരു വ്യക്തിക്ക് നബി പദവി കരസ്ഥമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിക്ക് അത് ഉന്നതമായ പദവിയാണ് ഇത് കാണിക്കുന്നത്. അതാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അള്ളാഹു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരിക്കുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ആത്മീയമായിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ അവന് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദിയ സമുദായത്തിൽ നബി വരുമോ, അതുമായി സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു മുസ്ലിം സമുദായത്തിൽ വഹിയും ഇൽഹാമും അതുമായിട്ടുള്ള സംസാരവും അള്ളാഹു നൽകുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം മുഹത്തറം മൗലാന മുനി ഖാദിം സാഹിബിനോടാണ്. സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു, ചില മുല്ലാക്കളുടെ കാഴ്ചപ്പാടിൽ ദിവ്യഭാഷണത്തിൻ്റെ കവാടങ്ങൾ നിലച്ചു പോയിരിക്കുന്നു. ഈ ഹതഭാഗ്യരായ ഉമ്മത്തിൽ ഈ നിയമത്ത് കരസ്ഥമാക്കുക അവർക്ക് ഭാഗ്യമല്ല. അപ്പോൾ ഇത് സംബന്ധമായിട്ട്
ഉമ്മത്തിൽ ദിവ്യഭാഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് എന്ത് തെളിവുകളാണ് നൽകിയത്, ഇതിനെ സംബന്ധിച്ച് അല്പം പറഞ്ഞാലും. ജസാക്കുമുള്ള. സയ്യിദ്ന ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം ഉലമാക്കളോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് കിതാബുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആനാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, ഹദീസാണെങ്കിൽ നമുക്ക് പറയാം അത് ലൈഫാണ്, ദുർബലമാണ്, മുസ്ലിങ്ങളിൽ അത് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഫുഖാക്കളുടെ അഭിപ്രായത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് എല്ലാ എല്ലാവർക്കും അത് അംഗീകരിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ പോലും പറയുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ദിവ്യഭാഷണ നിലച്ചു പോയിരിക്കുന്നു എന്ന്. എന്നാൽ അതിനെതിരിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ദിവ്യഭാഷണത്തിൻ്റെ ശൃംഖല അത് തുടർന്നു പോകുന്നു, ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകുന്നുവെന്ന്. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു, ശരീഅത്ത് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ശരീഅത്തുമായി ബന്ധപ്പെട്ട് വല്ല വചനങ്ങളോ വഹിയോ പുതിയ ശരീഅത്ത് കൽപ്പനകളിൽ ഇറങ്ങുന്ന കൽപ്പനകളോ അത് വരിക സാധ്യമല്ല. ആ ശരീഅത്തിനെ അതിനനുസരിച്ച് അമല് ചെയ്യിക്കാൻ വേണ്ടി അതിനെ പ്രബലമാക്കിക്കൊണ്ട് ലോകത്ത് മുസ്ലിങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇൽഹാമുകളും വഹി മുഖേന അത് മുസ്ലിങ്ങൾക്കും മുഴു ലോകത്തിനും അത് അങ്ങനെ വരാവുന്നതാണ്, അത് അനിവാര്യവുമാണ് അങ്ങനെ ഇൽഹാമുകൾ ഉണ്ടാവുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ തഫ്സീർ, അത് മനുഷ്യൻ ബുദ്ധി കൊണ്ട് അതിൻ്റെ തഫ്സീർ സാധ്യമല്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അതിന് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അതിൻ്റെ തഫ്സീറിനും അള്ളാഹുവിൻ്റെ ഇൽഹാം അനിവാര്യമാണ്. അത് അഖ്ദസ് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തഫ്സീർ വിവരിച്ചിട്ടുള്ളത് തൻ്റെ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ അതൊക്കെ ദിവ്യ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കുക, 1400 വർഷമായി മറ്റ് മുഫസ്സിരിങ്ങൾ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കഥകളാണ്, അതൊക്കെ ഇസ്രായേലികൾ കഥകളാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് അവർ ആവർത്തിച്ചിട്ടുള്ളത്. അത് യുക്തിക്കതീതമായ കാര്യങ്ങൾ പോലും അതിൽ നമുക്ക് കാണാം. അത് കാരണം അത് ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ഇൽഹാമിൻ്റെ വെളിച്ചത്തിൽ നിന്നും അതാകുന്ന സംഗതികളായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മറ്റ് അന്യ ദൈവങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, നോക്കൂ, അലം യറൗ, അവർ കാണുന്നില്ലേ, അന്നഹു ലാ യുകല്ലിമുഹും, അതായത് ഇവർ ദൈവങ്ങളാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല. വല യഹ്ദി സബീല, അവരെ സന്മാർഗത്തിലേക്ക് അവർ നയിക്കുന്നുമില്ല. വാസ്തവത്തിൽ ഈ ദൈവങ്ങൾ, ഇവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദൈവങ്ങൾ, അത് എന്തുകൊണ്ടാണ് അസത്യം, അവർ സംസാരിക്കാത്തത് കൊണ്ടാണ്. ഇത് നമ്മുടെ ആരാധ്യരാണ് എന്നാൽ അതും സംസാരിക്കുന്നില്ല. അള്ളാഹും സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? വിശുദ്ധ ഖുർആൻ പറയുന്നു, യഥാർത്ഥ മഅബൂദ് എന്ന് പറയുന്നത് അവൻ സംസാരിക്കുന്നവനാണ്. നമ്മുടെ മുഫസ്സിരീങ്ങൾ, അള്ളാഹുവിൽ നിന്ന് പ്രകാശം ശ്രദ്ധിച്ചുകൊണ്ട് തഫ്സീർ എഴുതിയ ആളുകൾ അവരെഴുതിയിട്ടിരിക്കുന്ന ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആയത്തുണ്ടല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. ഈ സൂറ ഹാമീം സജ്ദൻ്റെ 21-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ ബൈസാവിൽ എഴുതിയിരിക്കുന്നു, മുഅ്മിനീങ്ങളുടെ മേലിൽ ഈ ലോകത്ത് ഇൽഹാമുകൾ ഇറങ്ങുക ഈ ആയത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഓതിയ ആയത്തുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ അള്ളാഹു, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞത് എന്നിട്ട് സ്ഥിരതച്ചത് കൈക്കൊണ്ടവർ, അവരുടെ മേലിൽ അള്ളാഹുവിൻ്റെ ഫരിഷ്തകൾ മലക്കുകൾ വന്നുകൊണ്ട് ഇൽഹാം നൽകിക്കൊണ്ട്
നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിങ്ങളൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ തഫ്സീറിൽ ഇതിൻ്റെ തഫ്സീർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നു, ഈ ആയത്തിൽ മുഅ്മിനീങ്ങളിലും ഇൽഹാം ഉണ്ടാവുമെന്നുള്ള വാഗ്ദാനമാണ് വന്നിരിക്കുന്നതെന്നാണ്. മറ്റൊരായത്തും കൂടിയുണ്ട്, റഫീഉദ് ദർജാത്ത് സുൽ അർശ് യുൽക്കി റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ലാ യുൻസില യൗമുൽ കലാം. ഇത് സൂറ മുഅ്മിനിലെ 16-ാമത്തെ ആയത്താണ്. തഫ്സീർ ഹുസൈനിയിൽ ഇതിൻ്റെ 2-ാം വാള്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ഉയർത്തുന്നതാണ് പദവികൾ. അള്ളാഹു അവൻ തൻ്റെ കൽപ്പനയാൽ അവൻ ജിബ്രീലിനെ അയക്കുന്നു, അവൻ തൻ്റെ ദാസന്മാരിൽ ഇഷ്ടപ്പെടുന്നവരിൽ അവൻ അയക്കുന്നു. അതായത് പഴയ മുഫസ്സിരീങ്ങൾ അള്ളാഹുവിൻ്റെ ദിവ്യജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം എഴുതിയ തഫ്സീറുകൾ അവരും ദിവ്യ വെളിപാടുണ്ടാവും എന്ന് പറയുന്നവരാണ്. അതുപോലെ സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിലും എഴുതിയിരിക്കുന്നു, ഇമാം മഹദി മസീഹ് മൗദ് വരുമ്പോൾ അദ്ദേഹത്തിനും അള്ളാഹുവിൻ്റെ വെളിപാടുണ്ടാകുമെന്ന്, അള്ളാഹുവിൻ്റെ വഹി അദ്ദേഹത്തിന് ഇറങ്ങുന്നതായിരിക്കും. സഹീഹ് മുസ്ലിമിൻ്റെ ഒരു ഹദീസുണ്ട്, അലാ ഈസ ഇബ്നു മറിയമ ഇന്നി ഖദ് അഖ്റജ്തു ഇബാദൻ മിൻ ഇബാദി ലാ യദഅനി ലിഅഹദിൻ ലിഖതാലിഹി. അതായത് അള്ളാഹു വഹി നൽകുന്ന ഈസ ഇബ്നു മറിയമിന് ഞാൻ ശക്തരായ സമൂഹത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന അവരോട് നേരിടാൻ ഒരു സമൂഹത്തിന് സാധ്യമല്ല. ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വഹിയും ഇൽഹാമും ഉണ്ടാകുമെന്ന് തുടരുന്നതാണ്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നോക്കൂ, മുൻ ഉമ്മത്തുകളിൽ സ്ത്രീകളിലും ഇൽഹാമുകൾ ഉണ്ടായിരുന്നു. അത് മൂസാ അലൈഹി സ്വലാമിൻ്റെ മാതാവിനും ഇൽഹാമുണ്ടായിരുന്നു. അതിൽ ഈസാ ബിൻ മറിയമിൻ്റെ മാതാവിനും വഹി ലഭിച്ചിരുന്നു. ഹവാരികൾക്കും വഹി ലഭിക്കുകയാണല്ലോ. എൻ്റെ ഉമ്മത്ത് എത്ര ദൗർഭാഗ്യവാന്മാരായപ്പോരോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വഹീൻ്റെ ഇൽഹാമും അവർക്ക് ലഭിക്കാതിരിക്കാൻ. അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായിട്ട് വിവരിച്ചിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഹുസൂർ തൻ്റെ ഒരു കവിതയിൽ പറയുകയാണ്, ഹേ ഗസബ് കഹത്തെ ഹെ അബ് വഹിയ ഖുദാ മഫ്കൂദ് ഹെ, അബ് ഖിയാമത്ത് തക് ഹെ ഉമ്മത്ത് കിസ്സോം പർ മദാർ. അതായത് നമ്മളിങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇനി ഇങ്ങനെ കഥകൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകണം. वो खुदा अभी बनाता है जिसे चाहे कलीम अभी उससे बोलता है जिससे वो करता है प्यार. പറയുന്നു, ये गुल है जिसके सानी ये वो खुशबू है जो कुर्बाൻ उस पे हो. അതായത് അദ്ദേഹം വെളിപാടുകളെ സംബന്ധിച്ചാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇതാണ് ആകാശങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്ന ചാവിയാണിത്. ഇത് ദർപ്പണമാണ്. ഇത് ദർപ്പണമാണ്. ദിവ്യ വെളിപാടുകൾ കാണാൻ പറ്റും. വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാം വെറും ബാഹ്യമായ മോഡികളുമായി തീർന്നപ്പോൾ, അതുപോലെ തന്നെ സാമ്പ്രദായികമായ നിസ്കാരമായപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയത്തെ വികലമാക്കുകയുണ്ടായ ഒരുപാട് ഇരുട്ടുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടായി. അവരുടെ ഹൃദയം മരിച്ചുപോയി. അതുപോലെ തന്നെ ആത്മീയമായ ജീവിതം പോലും അവർ അതിന് കാര്യമാക്കാതെയായി. അതുകൊണ്ട് അവർക്ക് ദിവ്യഭാഷണം നിഷേധിക്കേണ്ടി വന്നു. ഈ നിഷേധം വാസ്തവത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച നിഷേധമാണ്. അതായത് വഹി നിഷേധിക്കുന്നവർ വാസ്തവത്തിൽ ഇസ്ലാമിനെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഹൃദയം മരിച്ചു പോയിരിക്കുന്നതിലല്ല, അവർ അത് അനുഭവിക്കുന്നില്ല. നമ്മൾ ഏത് അവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ബഹ്റൈൻ അഹമ്മദിയ ജമീമ വാള്യം 5, ബഹ്റൈൻ അഹമ്മദിയ വാള്യം 5, പേജ് 1144. ഇതാണ് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിലും വിശുദ്ധ ഖുർആന് ശേഷവും അള്ളാഹുവിൻ്റെ വഹിയും ഇൽഹാമും അത് തുടർന്നുകൊണ്ടിരിക്കും. അത് കാരണം വെച്ചാൽ അത് ശരീഅത്തിന് അള്ളാഹു അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അത് ശരീഅത്തിൻ്റെ രഹസ്യങ്ങൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സമ്പൂർണ്ണ ശരീഅത്ത് വിശുദ്ധ ഖുർആൻ രൂപത്തിൽ അവതരിച്ച ആ ശരീഅത്തിന്റെ വഹി ലഭിക്കുന്നതല്ല. ശരീഅത്തോടുകൂടി നബി വരുന്നില്ല. അതുപോലെ തന്നെ ശരീഅത്ത് ഇല്ലാത്ത നബി വരാം.
അദ്ദേഹം ശരിയായ രീതിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ ദിവ്യജ്ഞാനങ്ങൾ അത് ലോകത്ത് അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും, മറ്റാരും വരുന്നതല്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഈ വ്യതിചലിച്ച ഈ സമൂഹത്തെ അവർ മസീഹ് സ്വലാത്തു വസ്സലാമിനെ ഈ പ്രകാശത്തെ അംഗീകരിക്കുന്നവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നവരുമായി തീരട്ടെ. ജസാ. ഞാൻ അടുത്ത ചോദ്യം മൗലാന കെ താരിഖ് സംസാനോടാണ്. അഹമ്മദിൻ്റെ എതിരാളികൾ പറയുന്നുണ്ട് ഹദീസിൽ 30 ദജാൽ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് എന്ത് മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്? വളരെ സംക്ഷിപ്തമായി പറഞ്ഞാലും. ജസാക്കുമുല്ലാഹു ജസാ. ആദ്യം ഹസ്രത്ത് മസീഹ് വസ്സലാം ബറാഹിൻ അഹമ്മദിൽ ഈ 5-ാം ഭാഗത്തിൽ വളരെ വേദനയോട് പറഞ്ഞിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലും 23 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഇവർ ഇപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്നു. 30 ദജ്ജാലിനെ കാത്തിരിക്കുകയാണ്. വീണ്ടും ആ മഹാത്മാ പറയുന്നു, ഞാൻ വാദം ഉന്നയിച്ചപ്പോൾ അന്ന് വയറ്റിലായിരുന്ന കുട്ടികൾ ഇന്ന് യുവാക്കളായിരുന്നു, എന്നിട്ടും എൻ്റെ ഈ അടയാളങ്ങളും പ്രവചനങ്ങളും കണ്ട് അവർക്ക് സത്യസന്ധതയിലേക്ക് അവർക്ക് തിരിയാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നില്ല. അവർ 30 ദജ്ജാലിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പറയുന്നു, അവർ ഇപ്പോൾ ചിന്തിക്കണം, അള്ളാഹു ഓരോ സദിയിലും ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മുജദ്ദിനും വന്നിട്ടില്ല. നൗദുബില്ല, അള്ളാഹു തൻ്റെ വാഗ്ദാനം മറന്നുപോയോ? അല്ലെങ്കിൽ ഈ വരുന്ന മുജദ്ദിദ് അതിനെയും അവർ കളവാക്കുകയാണോ? ഞാൻ ആ ഹദീസിനെ കുറിച്ച് പറയുകയാണ്. ഈ എതിരാളിൽ പറയുന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ബുഖാരിൽ ഹദീസ്, അതിൽ പറയുന്നു, വലാ തഖൂമു സാഅതു ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂന ഖരീബൻ മിന സലാസീന കുല്ലുഹും യുസ്അമു അന്ന റസൂലുള്ളാഹി. അതായത് ഖിയാമത്ത് വരില്ല ഏതുവരെ 30 വ്യാജ ദജ്ജാൽ വരുന്നില്ല. അവരിൽ ഓരോരുത്തരും പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ നബിയാണെന്നാണ്. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥം നുബുവത്ത് വാദിക്കുന്ന എല്ലാവരും വ്യാജന്മാരാണെന്നില്ല. ഒരു ഗ്രാമത്തിൽ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ, ഈ ഗ്രാമത്തിൽ 30 വ്യാജ ഡോക്ടർമാരുണ്ടാകുമെന്ന്. അതിൻ്റെ അർത്ഥം ആ ഗ്രാമത്തിൽ വരുന്ന എല്ലാവരും വ്യാജന്മാരായിരിക്കുമെന്ന് പറയില്ലല്ലോ. അത് ചിലർ വ്യാജന്മാരായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് 30 എന്നുള്ള ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിലും വ്യക്തമാവുന്നത് എല്ലാവരും വ്യാജന്മാരല്ല, മറിച്ച് 30 പേരെ മാത്രമായിരിക്കും. അതിലെണ്ണം നിർണയിച്ചിരിക്കുകയാണ്. ഒരു പരിധിയുണ്ട് അതിനൊരു വ്യാജ പ്രവാചകന്മാരുടെ. വീണ്ടും ബുഖാരിയിലെ ഈ ഹദീസ് ഏത് ബാബിനുള്ളൂ നോക്കുക. അത് മനസ്സിലാവുന്നത് ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതാപത്തെയും കുറിച്ചുള്ള ഹദീസിലാണ്. ഇതിൽ പറയുന്നത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്. അത് ഇമാം ബുഖാരി അദ്ദേഹം അത് ആ സമയത്ത് അത് പൂർത്തിയായിരുന്നു. ഇത് സത്യസന്ധതയ്ക്ക് സാക്ഷ്യമായിട്ടാണ് ഈ ഒരു പ്രവചനം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിമിലും ഈ ഹദീസ് ഉണ്ട്. അതിൻ്റെ ഷറ മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹാദൽ ഹദീസു സഹറ സിദ്ഖുഹു ഫഇന്നഹു ലൗ ഉദ്ദ മൻ തനബ്ബഅ മിൻ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ആൻ ലബലഗൽ ഹാദൽ അദദു വയൂരിഫു സാലിക മയ്യുത്താലു തവാരിഖ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹദീസ് അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ സത്യസന്ധത വെളിപ്പെട്ടിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം മുതൽ ഇപ്പോൾ മുതൽ, അതായത് ബുഖാരി ഷറ എഴുതിയ സമയം മുതൽ അതുവരെ എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാവുന്നത് അവരുടെ ഈ ഒരു എണ്ണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സാലിക മയ്യുത്തലു തവാരിഖ്. അത് ചരിത്രം പഠിക്കുന്നവർക്കും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹദീസിനെ പറഞ്ഞുകൊണ്ട് 30 ദജ്ജാലുകൾ വരുന്നതാണ് പറയുന്നത്. ഇതൊരു സത്യത്തെ നിഷേധിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം അതിനെക്കുറിച്ച്. ഹദ്റത്ത് ഇമാം മെഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അദ്ദേഹം എങ്ങനെയാണോ വാദിച്ചിട്ടുള്ളത്, ആ വാദത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുമാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ സയ്യിദുനാ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു, ഇപ്പോൾ സമയമായിരിക്കുന്നു, വീണ്ടും ഇസ്ലാമിൻ്റെ മഹത്വം പ്രകടമാകുന്നതാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്
പ്രകാശങ്ങളും അനുഗ്രഹങ്ങളും ആകാശത്തിറങ്ങുന്ന അനുഗ്രഹങ്ങളും അതിന് വിലമതിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന് നന്ദി പറയട്ടെ. അവരെ അള്ളാഹു തൻ്റെ വാഗ്ദാന പ്രകാരം ഈ മുസീബത്തിന് സമയത്ത് അവരെ സഹായിക്കുകയുണ്ടായി. ഇനി അവർ അള്ളാഹുവിൻ്റെ ഈ നിയമത്തിനെ അവർ വിലമതിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരെ ഗൗനിക്കുന്നതല്ല, അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും. എന്നാൽ അവരുടെ മേൽ പരിതാപമായിരിക്കും. ലക്ഷർ ലുധിയാന റുഹാന ഖസാൻ വാൾ 20. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡ് ഈ ഒരു വിഷയം നമ്മൾ തുടരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे लो तुम्हें तौर तसल्ली का बताया